നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തദ്ദേശ വാർഡ് പുനർവിഭജന ഓർഡിനൻസിൽ ഒപ്പിടാതെ ഗവർണർ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നെന്ന് വാദം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാനൊരുങ്ങി സർക്കാർ. യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ എൽദോസ് കുന്നപ്പള്ളി MLA-ക്കെതിരെ കുറ്റപത്രം. ബലാത്സംഗം, വധശ്രമം അടക്കം കുറ്റങ്ങൾ ചുമത്തി. യുവതിയെ MLA ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന കുറ്റപത്രം. 2 സുഹൃത്തുക്കളും പ്രതികൾ. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്ത സംഭവത്തിൽ കോടികളുടെ നഷ്ടമെന്ന പ്രാഥമിക വിലയിരുത്തൽ. നഷ്ടപരിഹാരത്തിനായി കർഷകർ കോടതിയിലേക്ക്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. പന്തീരങ്കാവ് നവവധുവധശ്രമ കേസിൽ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഹർജി കോടതിയിൽ. പന്തീരങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരുടെ പശ്ചാത്തലം പരിശോധിക്കും. സംസ്ഥാനത്ത് പുതിയ മദ്യനയം നടപ്പിലാക്കാൻ സർക്കാർ നീക്കം. സീസണിൽ വിനോദസഞ്ചാര മേഖലയിലെ റെസ്റ്റോറന്റ്, ഹോട്ടലുകൾക്കും താൽക്കാലിക ബാർ ലൈസൻസ് നൽകും. തീരുമാനം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം. ചികിത്സാ പിഴവ് പരിശോധിക്കാൻ അടിയന്തര യോഗം. കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ പരാതികൾ ചർച്ചയാകും. ആരോഗ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രിൻസിപ്പൽ മുതൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് വരെയുള്ളവർ പങ്കെടുക്കും. നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ യോഗം ഇന്ന്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, കാനഡയിൽ ചാലക്കുടി സ്വദേശിനി ഡോണ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവിനായി അന്വേഷണം ഊർജിതം. പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് ലാൽ കെ പൗലോസ് സംഭവത്തിന് ശേഷം ഡൽഹിയിലെത്തിയെന്നാണ് കനേഡിയൻ പോലീസിന്റെ കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഡോണയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള